ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് പാടെ മറക്കാതെ ഇന്ന് നേരെ പല്ല് കൂടി തേക്കാതെ നേരെ വെയിറ്റ് നോക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് പാടെ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ട് നീനാണ് എന്നെ അവിടെ നിന്ന് ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. ഞാനും അവൾ ഒരുമിച്ചാണ് കേട്ടോ വെയിറ്റ് നോക്കാറുള്ളത്. അപ്പോൾ ഞാൻ അവളെ വീഡിയോയിൽ കാണിക്കാൻ നോക്കിയപ്പോൾ സമ്മതിച്ചില്ല. അവൾക്ക് എണീറ്റ് പാടെ വീഡിയോ എടുത്തപ്പോൾ ഒരു ചമ്മലായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഫോൺ കൈ പിടിച്ചിട്ടൊന്ന് വെയിറ്റ് നോക്കുന്നുണ്ട്. എന്തായാലും ഇത്തവണ നമ്മുടെ വെയിറ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാമല്ലോ, അതിൻ്റെ ഇടയിൽ നമ്മളെന്താ ഒരു കൊച്ചിയിൽ പോയെന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഞാൻ ഫോൺ പിടിച്ചിട്ട് നോക്കിയപ്പോൾ 103.9 ഉണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ഫോൺ ജസ്റ്റ് മാറ്റി വെച്ച് നീനുട്ടിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു. അപ്പം ഫോൺ പിടിക്കാതെ എൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത് 103.4 അപ്പോൾ എന്നാലും നമുക്ക് എന്താ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 15ാമത്തെ ദിവസം വെയിറ്റ് നോക്കിയപ്പോൾ നമുക്ക് 103.8 ആയിരുന്നു. അപ്പോൾ എന്നാലും നമ്മൾ 103.4 ആയിട്ടുണ്ട്. 400 ഗ്രാം മാത്രമാണ് നമ്മൾ ഈ ഒരു 5 ദിവസത്തിനുള്ളിൽ കുറഞ്ഞിട്ടുള്ളത്. അതിന് കാരണം നമ്മൾ ഇടനേരം ജസ്റ്റ് ഒരു ചീറ്റ് ഡേ വന്നു. അതിൽ ഞാൻ 1 കിലോനോളം വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വെയിറ്റും കുറഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയാൻ. അപ്പോൾ ഞാൻ എന്താ പറയുക, അതുകൊണ്ടാണ് ഇത്തവണ നമ്മുടെ വെയിറ്റിൽ വലിയ മാറ്റമില്ലാത്തത്. ഇനി നമുക്ക് വെറും 10 ദിവസമുള്ളൂ. ആ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും നമുക്ക് ആ വിചാരിച്ച ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു മുട്ടയും പിന്നെ ഒരു ബോണ്ടയുടെ പകുതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുറത്തുനിന്ന് വാങ്ങിയതായിരുന്നു. പൊറാട്ടയും മുട്ടക്കറിയും അതുപോലെ തന്നെ എന്താ പറയുക, കുറച്ച് ഗ്രീൻ പീസിൻ്റെ ഒരു കുറുമ പോലെയുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാവുമല്ലോ, അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ കറി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു മുട്ടക്കറിയാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നുള്ള ആ മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ മക്കളൊക്കെ പൊറോട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവരൊക്കെ പോയതിന് ശേഷം ഒരു 10:30 10:45 ഏകദേശം ആ ഒരു സമയത്താണ് ഞാൻ രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഇരുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് പിന്നെ പാപ്പ വന്നപ്പോൾ എൻ്റെ അമ്മ വന്നപ്പോൾ എനിക്ക് അവിടെ മക്കൾക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ബോണ്ട. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കഴിക്കാൻ ഇങ്ങനെ ഒരു കൊതി വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് അതും എടുത്തു. അതിനൊപ്പം ആ മുട്ടയെ അതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ പ്ലേറ്റിൽ കാണുന്ന കറി എന്ന് പറയുന്നത് അതിൽ കുറുമ ഇതും കഴിച്ച പ്ലേറ്റായിരുന്നു. അപ്പോൾ അവൾ ആ ഒരു വെജിറ്റബിൾ കുറുമേൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി കൂട്ടി ആ മുട്ടയും പപ്സും ഞാൻ കഴിച്ചു. അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇന്ന് മോള് പോവുകയാണ്. അവൾ ക്ലാസ്സൊക്കെ എന്താ പറയുക കഴിഞ്ഞപ്പോൾ വെക്കേഷൻ ആവുകയാണല്ലോ. അപ്പോൾ അവൾക്ക് ഇനി കുറച്ച് ദിവസം 10 ദിവസം ക്ലാസ് ഇല്ല. അതുകൊണ്ട് അവൾ ഹസ്ബൻഡിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇന്ന് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് ഒരു പുറത്തുനിന്ന് കൊണ്ടുവന്നു. ഇന്നും നോക്കണമെങ്കിൽ ഫുള്ളും പുറത്തുനിന്നുള്ള ഫുഡാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ മോള് വരുന്ന ആ ഒരു സമയത്ത് ഒരാഴ്ചയൊക്കെ അല്ലെങ്കിൽ ഒരു 5 ദിവസമൊക്കെ അവൾ നിൽക്കുക. ആ സമയത്ത് ഞങ്ങൾ എന്തായാലും എങ്ങനെയെങ്കിലും വെറുതെ ചുമ്മാ പുറത്ത് പോയി ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ പ്രാവശ്യം പോയിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല. അതുകൊണ്ട് പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആ കൊച്ചിയിലൊന്ന് കറങ്ങാൻ പോയി, അപ്പോൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു, അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളിങ്ങനെ കുറേ ദിവസമായി ഇങ്ങനെ മന്തിയും അൽഫാമും കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ പോവാന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഒരു വിഷമം, പോയാലായിരിക്കും അങ്ങനെ ഇടങ്ങാറാവൂലേ. അപ്പോൾ ഞാൻ കരുതി ഇന്ന് അത് വാങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് മന്തിയും അൽഫാമും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മന്തിയിലുള്ള ചിക്കനിനേക്കാൾ മക്കൾക്ക് ഇഷ്ടം അൽഫാമാണ് കേട്ടോ. അതുകൊണ്ടാണ് അത് കൊണ്ടുവരുന്നത്. ഒപ്പം കുറച്ച് മയോണൈസ് സോസ് പിന്നെ കുറച്ച് സലാഡുകൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സലാഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് കഴിച്ചു. പിന്നെ നമ്മുടെ അൽഫാം ഒരു പീസും കഴിച്ചു. അതാണ് ഞാനിന്ന് ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, ഈ ഒരു സലാഡിൽ ക്യാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ കക്കരിക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ മയോണൈസ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മയോണൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ ഒഴിവാക്കാൻ നോക്കി, വേണ്ടെന്ന് വിചാരിച്ചു. ഞാനത് എടുക്കുന്നത് കണ്ടിട്ട് മക്കളൊക്കെ പറഞ്ഞു, ഉമ്മച്ചിയെ അത് കഴിക്കണ്ട, അത് അത് പ്രശ്നമാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കുറച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള ഫുഡ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് സലാഡും അൽഫാമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് കുറച്ച് റൈസൊക്കെ എടുത്ത് കഴിക്കാൻ ഉണ്ടായിരുന്നു. ഒരു മക്കളെ പ്ലേറ്റിൽ നിന്ന് ഒരു ഉരുള കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ മന്തിയുടെ ആ ഒരു തക്കാളി സോസൊക്കെ അല്ലേ കേട്ടോ, അതൊക്കെ ഒഴിച്ചിട്ട് ഒരു ഉരുള ഞാൻ അവരിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ
കാര്യമായിട്ട് ഇതിലെനിക്ക് എന്താ പറയുക വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മയോണൈസാണ് കേട്ടോ. പക്ഷേ മയോണൈസ് എൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ഇതൊക്കെ അത്യാവശ്യം ഹെവി ഫുഡ് ആയതുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ ഈ ഫുഡോട് കൂടി തന്നെ എൻ്റെ ഇന്നത്തെ ഫുഡടി ഞാൻ നിർത്തിയിട്ടോ. കാരണം എന്താ പറയുക, നമ്മൾ രാവിലെ അത്യാവശ്യം ആ ഒരു ബോണ്ടിൻ്റെ പകുതി തിന്നല്ലോ, അതുപോലെ തന്നെ ഉച്ചക്കിപ്പോൾ ഈ ഒരു എന്താ പറയുക അൽഫാമും കഴിച്ചു. അൽഫാം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലിയ പീസാണ്. അപ്പം ചിക്കനൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല, എന്നാലും എനിക്കിന്ന് വെയിറ്റ് നമ്മൾ വിചാരിച്ചത്ര വെയിറ്റ് കുറയാത്തതിൻ്റെ ആ ഒരു ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടെന്ന് കൂട്ടിക്കോളൂ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഫുഡ് കഴിച്ച് നല്ലോണം വെള്ളം കുടിച്ച് ഇന്ന് ഫുള്ളും പിന്നെ വെള്ളത്തിൽ അങ്ങോട്ട് ഒതുക്കി കേട്ടോ. അപ്പോൾ വെജിറ്റബിൾസ് അതിൽ എന്താ സലാഡ് ഉള്ളതുകൊണ്ട് അത് ഫുള്ളായിട്ട് ഞാൻ തന്നെ എടുത്തത്, ആർക്കും വേണ്ട. ഞാൻ ചോറ് കഴിക്കാത്തതുകൊണ്ട് അത് ഞാൻ തന്നെ എന്നോട് എടുക്കാൻ പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ ഒരു വെജിറ്റബിൾ സലാഡ് ഉണ്ടാവില്ല, അവർ ആ ഒരു വിനാഗിരിയിലൊക്കെ ഇട്ട് വെച്ച ആ ഒരു പുളിയൊക്കെ ഉള്ള ഒരു സലാഡല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് ഇഷ്ടമാണ്. പക്ഷേ എന്നോട് പറഞ്ഞു ഇഞ്ചി കഴിച്ചോ, ഒന്നും കഴിക്കാത്തതല്ലേ എന്നും പറഞ്ഞിട്ട് അത് ഫുള്ള് ഞാനാണ് കഴിച്ചത്. അങ്ങനെ ഞാനിതാ ആ ഒരു പച്ചക്കറിയൊക്കെ കഴിച്ചതുകൊണ്ടും പിന്നെ ചിക്കനൊക്കെ വയറ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് എന്താ പറയുക, ഒരു പീസ് വലിയൊരു പീസ് ചിക്കനൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വയറ് നിറയല്ലോ. അതൊക്കെ കഴിച്ചതുകൊണ്ടും ഇന്നത്തെ ഫുഡ് ഞാൻ ഈ ഒരു സംഭവം കൊണ്ട് നിർത്തി കേട്ടോ. പിന്നെ ഇന്ന് നമുക്കൊരു കുഞ്ഞു വീഡിയോ ആണ്, വലുതായിട്ടൊന്നും എടുത്തിട്ടില്ല ഇന്നത്തെ വീഡിയോയിൽ. കാരണം എനിക്കിന്ന് ഇങ്ങനെ ഗസ്റ്റുകൾ കുറച്ചുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോള് പോവായതുകൊണ്ട് തന്നെ അത് പേക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളായിരുന്നു. അപ്പം എന്താ പറയുക, എനിക്കൊരു വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. മോള് കുറേ ദിവസമായില്ലേ, 10-20 ദിവസമായി അവൾ വന്നിട്ട്, കോളേജിൽ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പോകുമ്പോൾ എനിക്കൊരു നമുക്ക് എല്ലാവർക്കും ഒരു സങ്കടമാണല്ലോ. പിന്നെ ഐറൂസും പോവാണ് ഒക്കെ മൊത്തത്തിൽ അങ്ങനെ ഒരു സങ്കടമുള്ളൊരു ദിവസമായതുകൊണ്ട് എന്താ അറിയില്ല, വീഡിയോ എടുക്കാൻ അങ്ങനെയാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എന്താ പറയുക എല്ലാ കാര്യങ്ങളും ശരിയും കളിയൊന്നും എനിക്കപ്പോൾ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ള വീഡിയോ ആയിട്ട് തട്ടിക്കൂട്ടി ഞാൻ ചെറിയ വീഡിയോ ആക്കിയതാണ് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് കുറയാൻ വെറും 10 ദിവസമുള്ളൂ. ഞാൻ ഒരു 99 ആ ഒരു വെയിറ്റിലേക്ക് ആക്കാനാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ അതിനി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 4 കിലോനെങ്കിലും കുറയണം അല്ലേ. അതിപ്പോൾ ഇനി കുറയുമോ എനിക്കറിയില്ല, എന്തായാലും നോക്കാം. പക്ഷെ നമ്മൾ കുറയില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, കാരണം ഇപ്പോൾ കഴിയുന്നത്ര കുറയട്ടെ. എന്തായാലും കുറച്ചും കൂടി സ്ട്രിക്റ്റാക്കി കഴിയുന്നതും ഹെൽത്തി ഫുഡുകൾ മാത്രം കഴിക്കണം എന്നാണ് ഇനി ഞാൻ വിചാരിക്കുന്നത്. നല്ല നല്ല, അതായത് എന്താ പറയുക, പ്രോട്ടീനും അതുപോലെ തന്നെ ഫാറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നട്ട്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു എല്ലാ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റാണ് നമ്മൾ ഇനി ഈ ഒരാഴ്ച എന്തായാലും ഈ ഒരു 10 ദിവസം കൂടെ ഉള്ളൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോട്ടെ, നമുക്ക് നോക്കാം. മയോണൈസ് ഇങ്ങനെ കഴിക്കുന്നത് കണ്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ. അത് എനിക്ക് അത്രയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. മക്കൾ എന്നെ ചീത്ത പറയുന്നുണ്ട്, ഉമ്മച്ചിയെ ഈ ചെയ്തതൊന്നും വെറുതെ ആവട്ടോ, ഇത്രയും പട്ടിണി കിടന്നിട്ട് ആ മയോണൈസ് കഴിക്കേണ്ട, അതിൻ്റെ മക്കൾ എന്നെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ഞാൻ എന്തായാലും മയോണൈസോ അങ്ങനെയുള്ള വേണ്ടാത്ത ഒരു സംഭവങ്ങൾ കഴിക്കില്ല. ഇനി ഈ ഒരു 10 ദിവസം ഞാൻ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മുടെ കൂടെ ഡയറ്റ് ചെയ്യുന്നവരൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഒരുമിച്ച് പോകാം അല്ലേ. അപ്പോൾ മോളിനെ ഞങ്ങളാണ് കേട്ടോ കൊണ്ടാക്കിയത്. കാരണം ഒരു വൈകുന്നേരം വരെ ഞങ്ങളിങ്ങനെ അവൻ വരും, ഹസ്ബൻഡ് വരും എന്നുള്ള രീതിയിൽ അവളെല്ലാം പാക്ക് ചെയ്തൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊന്ന് കുറച്ച് തിരക്കുണ്ട്, പച്ചിനോട് ആക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ഞങ്ങളിന്ന് ആക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ എല്ലാം കൂടെ ഉണ്ടാവും. അപ്പോൾ അതാ പിന്നെ രാത്രി ആയില്ലേ, മക്കളൊക്കെ പോന്നോട്ടെ എന്ന് കരുതി ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ ഐറൂസിനെ കാണാതെ ഞങ്ങൾക്ക് തന്നെ എത്ര വിഷമമുണ്ടെങ്കിൽ എന്തായാലും മോളൂനും പിന്നെ അവിടെ മോളിൻ്റെ ഹസ്ബൻഡിന് എന്തായാലും നല്ല സങ്കടമാവുമല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഇനി അധികം നാളേക്കൊക്കെ നീട്ടണ്ടല്ലോ എന്ന് കരുതി ഇന്ന് തന്നെയാണ്ട് പോന്നു. അപ്പോൾ അങ്ങനെ ഏതായാലും അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ അമ്മയും പിന്നെ നാത്തൂനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളോട് ചായയൊക്കെ വേണം, ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതാണ്. കാരണം നീനുട്ടി ഒന്നും കഴിക്കൂല. പിന്നെ ഞാനും നമുക്കറിയാലോ, നമ്മൾ ആ ഉച്ചക്കത്തെ ആ ഫുഡ് കഴിച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. ഒന്നും വേണ്ട, ഞങ്ങൾ ഫുഡ് കഴിച്ച് പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് അവർ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു, അതിലേക്ക് മിച്ചറും ചിപ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പര് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവൾ കൊണ്ടുവന്ന ലഗേജ് സാധനങ്ങൾ ഒരുപാട് ദിവസം ഇവിടെ നിന്നതുകൊണ്ട് തന്നെ
കുറേ ലഗേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ അവളുടെ റൂമിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നീ വൃത്തിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ആ റൂമിലൊക്കെ ഇരുന്നു. എഴുതുമ്പോൾ അത് അവിടെ എത്തിയാൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഉണ്ടോ എന്നൊക്കെ തപ്പി നടക്കുകയാണ് കേട്ടോ. അവളുടെ റൂമിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ചൊരു ചോക്ലേറ്റ് കൊതിച്ചാണ് അവൾ മോള്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ റൂമിൽ ഇങ്ങനെ കുറച്ച് ചോക്ലേറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് തപ്പി നടക്കണം കേട്ടോ ഇതുമ്പോൾ. അപ്പോൾ ഒരു 8:30 കൂടി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഐറൂസിനൊക്കെ കുറേ നേരം എന്താ പറയുക, എന്തൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, വിഷമമൊക്കെ ഉണ്ടായിരുന്നു അവനെ ഇട്ട് പോരാനായിട്ട്. എന്നാലും ഞങ്ങൾ കാണാതെ അവനെ റൂമിലാക്കിയിട്ട് ഞങ്ങൾ കാണാതെയാണ് അവിടെ നിന്ന് മുങ്ങിയത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത മാസം ഫസ്റ്റിൽ തന്നെ അവൾ വരുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. ഇന്ന് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.